ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ റമദാൻ പ്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഏകദേശം ഫ്രിഡ്ജൊക്കെ ഫുള്ളായിട്ട് അതിനകത്ത് സാധനങ്ങളൊക്കെ മാറ്റി നല്ലോണം ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ സ്മെല്ല് വരാതിരിക്കാനായിട്ട് ബേക്കിംഗ് സോഡ ഒരു ചെറിയൊരു സാഷയിലാക്കിയിട്ട് ഇതിനുള്ളിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു ക്ലോത്തിൽ ടൈ ചെയ്തിട്ട് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൾ സ്മെല്ല് ഫ്രിഡ്ജിൽ നിന്ന് വരില്ല. അതേപോലെ തന്നെ ഞാൻ എല്ലാ വെജിറ്റബിൾസും അതുപോലെ തന്നെ ലീഫി ആയിട്ടുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ കറി ലീവ്സ്, കൊറിയൻഡർ ലീവ്സ് അങ്ങനെയുള്ളതെല്ലാം താഴെയും മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബോക്സിനകത്താണ് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വളരെ ചീപ്പായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നമുക്ക് ശരിക്കും എടുക്കാനാവുമ്പോൾ അത് കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്. ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ബോക്സാണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഇത് ചനാദാലാണ്. അപ്പോൾ ചനാദാൽ പൊതുവേ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സമ്മറൊക്കെ സ്റ്റാർട്ടായതുകൊണ്ട് ഞാൻ ബോട്ടിൽ വെള്ളമാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മളുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാവും, ഇത് ഹോം മെയ്ഡ് ഷാമ്പൂ ആണ്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി കാണാം, ഹോം മെയ്ഡ് ഷാമ്പൂ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാനുള്ളതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. പിന്നെ നമ്മൾ എഗ്ഗ് ഞാൻ അത്യാവശ്യം മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അതും അതേപോലെ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ബാസ്ക്കറ്റിൻ്റെ താഴെ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള കവേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോസും അതുപോലെ തന്നെ നല്ലപോലെ വാഷ് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ഇല്ലാതെ ആയിരിക്കണം കേട്ടോ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കുറേ ദിവസം നിൽക്കും. പിന്നെ എൻ്റെ കയ്യിൽ ഈ ക്ലീൻ റാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കോളിഫ്ലവറും ഇതൊക്കെ കവർ ചെയ്യാതെ വെക്കുന്നത്. അപ്പോൾ അത് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം വെജിറ്റബിൾസൊക്കെ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യാറുള്ളത്. പിന്നെ ഫ്രീസറിൽ ഐസ്ക്രീം മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. നമ്മളിനി നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ നമ്മൾ റമദാൻ പ്രിപ്പറേഷൻസിൽ പ്രിപ്പായിട്ടുള്ള കുറേ സ്നാക്സ് ഐറ്റംസും എല്ലാം കാണിക്കുന്നുണ്ട്. റമദാൻ പ്രിപ്പ് വീഡിയോ 2-3 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇനി സ്ക്വാഷ് മേക്കിങ്ങിൻ്റെ വീഡിയോസും അതുപോലെ സ്നാക്സ് മേക്കിംഗ് വീഡിയോസും അതെങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ള വീഡിയോസും ഒക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് കൊടുത്താൽ കുറച്ച് കാലം കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് ഇങ്ങനെ കേടാവാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ നിന്ന് വരുന്ന ആ ഈർപ്പം ഈ വെജിറ്റബിൾസിലേക്ക് വീണ് കഴിയുമ്പോഴാണ് വെജിറ്റബിൾസ് പെട്ടെന്ന് ചീത്തയായി പോകുന്നത്, ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ തന്നെ വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും തുറന്നുള്ള വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോസ്. ബൈ.